ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ചൂടുപിടിച്ചിരിക്കുകയാണ്. കുറച്ചെങ്കിലും കോൺഗ്രസിന്റെ മുന്നേറ്റം തന്നെയാണ് കാണാനായിരിക്കുന്നത്. കാരണം എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കാറുള്ള കോൺഗ്രസും UDFും ഇത്തവണ പ്രത്യേകിച്ച് കോൺഗ്രസ് അതിഗംഭീരമായ മുന്നേറ്റം തന്നെ നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് തന്നെ തുടങ്ങിയതാണ്. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മത്സരം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളം പിടിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതായത് പ്രഗത്ഭരായ മുൻ MLA-മാരെ തന്നെ ഇറക്കി തദ്ദേശ സ്ഥാപനങ്ങൾ പിടിക്കുകയാണ് ഇത്തവണ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പറായാൽ അടുത്തത് MLA ആണെന്ന് പറഞ്ഞു നടക്കുന്ന നേതാക്കന്മാരെയെല്ലാം മൂലക്കിരുത്തി MLA-മാരായവരെ കളത്തിലിറക്കി പഞ്ചായത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചെയ്യുന്നത്. അത് വലിയൊരു മാറ്റം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണിന്ന്. ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥികൾക്ക് പലയിടത്തും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതാണ്. അപ്പോഴാണ് രണ്ട് മുൻ MLA-മാരെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇതുവരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരിന് രംഗത്തിറക്കിയിരിക്കുന്നത്. അരുവിക്കര മുൻ MLA KS ശബരിനാഥനെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കും അതുപോലെ വടക്കാഞ്ചേരി മുൻ MLA ആയ അനിൽ അക്കരയെ അടാട്ട് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ അവസാന ദിവസമാ മറ്റൊരു മുൻ കോൺഗ്രസ് MLA-യെ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. ഇടുക്കിയിൽ നിന്നുള്ള മുൻ MLA EM അഗസ്റ്റിയെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. കട്ടപ്പന നഗരസഭയിൽ EM അഗസ്റ്റി മത്സരിക്കുകയാണ്. കട്ടപ്പന നഗരസഭയിലെ 22-ാം വാർഡായ 20 ഏക്കറിൽ നിന്നായിരിക്കും EM അഗസ്റ്റി ജനവിധി തേടുക. അദ്ദേഹം MLA-യും ആ നാട്ടിലെ ഒരു പൗരപ്രമുഖനും നിരന്തരം ജനങ്ങളുമായി ഏറെ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ നഗരസഭ പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ഒരുപക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ കയ്യിലുള്ള ഇടുക്കി സീറ്റും ലക്ഷ്യം വെച്ചും കൊണ്ട് തന്നെയാണ് EM അഗസ്റ്റിയെ കളത്തിലിറക്കിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ ഇക്കുറി അധ്യക്ഷ സ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. ഇതോടെ പ്രധാന നേതാക്കളെ മത്സരത്തിനിറക്കി അധികാരം പിടിക്കാൻ UDF നീക്കം നടത്തുമ്പോൾ അത് LDFന് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം ഇതുവരെ തമ്മിൽ തല്ലും അതുപോലെ തന്നെ ചക്കളത്തി പോരാട്ടവും നടത്തിയിരുന്ന കോൺഗ്രസ് നേതൃത്വവും അതുപോലെ കോൺഗ്രസ് അണികളും ഇത്തവണ പ്രമുഖരെ തന്നെ ഇറക്കി ഏതായാലും നഗരസഭയും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് മുന്നിൽ കാണുന്നത്. അതാണ് വലിപ്പ ചെറുപ്പമില്ലാതെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥികളായി അണിനിരക്കുന്നത്. ഇത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വലിയൊരു ആവേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്.